ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാൻസീസ് കുക്കറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. അലക്കാൻ നിൽക്കുമ്പോഴേ എന്നും കാണുന്നതാട്ടോ നമ്മുടെ മൂവാണ്ടൻ മാവുമ്മ നിറയെ മാങ്ങ നിൽക്കുന്നത്. എന്നാ പിന്നെ ഇന്ന് അതിനെ ഒന്ന് പൊട്ടിച്ച് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ കൊമ്പടക്കം ഒടിഞ്ഞു വീണിട്ടുണ്ട്. എന്നാലും അതൊക്കെ പറക്കി കൂട്ടി എന്റെ മോൾക്ക് അവിടെ തുള്ളി വരുന്നുണ്ട്. അവന് മാങ്ങാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചമാങ്ങയൊക്കെ തിന്നണണ്ട് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് തന്നെ പല്ല് പുളിക്കും. അതുപോലെ ഉപ്പും മുളകും അതുപോലെ ഉപ്പിലിട്ടിട്ട് ചൂഞ്ഞമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ചെത്തുമ്പോഴേ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെത്ത് തുടങ്ങണേക്കാളും മുന്നേ തന്നെ ഒരു പീസ് അവന് ചെത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊമ്പൊടിഞ്ഞ് വീണപ്പോഴേ അതിൽ ഒരു കുഞ്ഞ് കണ്ണിമാങ്ങയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കണ്ണിമാങ്ങ ഇട്ടിപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ അതിന്റെ തൊലിയൊന്നും കളയാണ്ട് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കൂടെ ഇങ്ങനെ ഇട്ട് കഴിക്കാന്ന് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അത് ആക്കി വെക്കേണ്ട താമസമേ ഉള്ളൂ. എന്റെ മോൻ അവിടെ ഇരുന്ന് അത് മുഴുവൻ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളിതാ ഇതിന്റെ മാങ്ങയുടെ തൊലിയൊക്കെ ഇങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ ചെനപ്പായിട്ടുണ്ട്, ചിലത് പച്ചയാണ്. അപ്പൊ ഇതുകൊണ്ട് ഒരു 2-3 ഭാഗം വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നിനല്ല, കുറച്ച് മാങ്ങ ചെനച്ചതൊക്കെ കൂടിയിട്ട് നമ്മള് മാങ്ങക്കറി വെക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പച്ചനും പിള്ളേർക്കൊക്കെ മാങ്ങക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എന്നാ പിന്നെ അവർക്കുള്ളത് മാങ്ങക്കറി വെച്ച് വെക്കാന്ന് വിചാരിച്ചു. മാങ്ങക്കറിക്ക് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ പച്ചമാങ്ങ മീൻകറിയിലൊക്കെ ഇടുന്ന ഒരു വലിപ്പമുണ്ടല്ലോ, ആ ഒരു വലിപ്പത്തില് ഇതുപോലെ കുറച്ച് മീൻകറിയിലേക്കൊക്കെ എടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മാങ്ങ കിട്ടാത്ത സമയത്താണല്ലേ നമുക്ക് കൂടുതലും മാങ്ങിയിട്ടിട്ട് മീൻകറി വെക്കാനായിട്ട് ആഗ്രഹം തോന്നുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ അരിഞ്ഞിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കി വന്ന 2-3 നമ്മൾ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 3 വലിപ്പത്തില് നമ്മളിതാ ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അച്ചാറിലേക്കാണ്. ഇത് പിന്നെ നമ്മൾ ഫ്രീസറിലേക്ക് മീൻകറിയിലേക്ക് എടുക്കാൻ പാകത്തിന് വലിപ്പത്തില് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാങ്ങ കറിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നുറുക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇതേപോലെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രീസറിൽ വെച്ചെടുക്കാനുള്ള പീസുകളുണ്ടല്ലോ, അത് ഒരു ഉണങ്ങിയ തുണിയിലോ അതല്ലെങ്കിൽ കുറച്ചു നേരം വെയിലത്തോ വെച്ചിട്ട് ആ മാങ്ങയമത്തെ പശ അല്ലെങ്കിൽ അതിന്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, വെള്ളമൊക്കെ തുടച്ചു മാറ്റിയതിന് ശേഷം ഒരു ബോക്സിലിട്ടിട്ട് മൂടി വെക്കാം. അപ്പൊ ഇത് പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു ദിവസം ഫ്രീസറിൽ വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. ഇതുപോലെ നല്ല കല്ല് പോലെ ഇരിക്കും. അതുപോലെ ഒന്നും തൊടാത്ത രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ അച്ചാറിന് നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങ എടുത്ത് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അച്ചാറിട്ട് ഒരു ചെപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചാറിനെ അധികം റെഡ് കളറില്ലാത്തത് നമ്മൾ കാശ്മീരി മുളക് പൊടി അല്ല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പച്ചമുളകാണ് കേട്ടോ ചതച്ച് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് മാങ്ങ കറിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് നമ്മുടെ മാങ്ങ ഫ്രീസറിലേക്കുള്ളത് ഫ്രീസറിലേക്കും അച്ചാർ വയ്ക്കാനുള്ളത് അച്ചാറും അതുപോലെ നമ്മുടെ മാങ്ങ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.